പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ്, ഗംഭീരമാണ്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ട്രീറ്റ്മെൻറ്റും ടൈം ലാബ് ലൂപ്സും നന്നായിട്ട് വർക്ക് പോയിട്ടുണ്ട്. എല്ലാം നന്നായിരുന്നു. പടം നല്ലതാണ്, പടം വർക്കാവും, ഗംഭീരമാണ്. അതാണ് ഞാൻ പറയുന്നത്, പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആ ഒരു തോട്ട് പ്രോസസ്സ് അതായത് ഒരു യൂഷ്വൽ കഥ പറച്ചിലാണ്. അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് മ്യൂസിക് വൈസ് ആണെങ്കിലും ആക്ഷൻ വൈസ് ആണെങ്കിലും 2 മണിക്കൂർ എൻജോയ് ചെയ്യും, ചിന്തിക്കുന്നു വേണ്ട. വെരി ഗുഡ്. എല്ലാവരും പെർഫോമൻസ് ആണ് സിജുവിൻ്റെയും വെരി ഗുഡ് പെർഫോമൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഐ റിയലി ലവ് ഇറ്റ്. ആക്ഷൻ വെരി ഗുഡ്, ഗുഡ് ഡയറക്ഷൻ. എന്താ പറയുക, വെരി ഗുഡ്. അല്ല പറഞ്ഞത് ആ ഒരു നമുക്ക് ജനറലി സമയത്തിന് വിലയില്ല. ഒരാൾ ഒരു സമയത്തിനും എത്താറില്ല. അവരാണ് പറഞ്ഞത് ആ 1 മിനിറ്റിന് വിലയില്ല. അത് ശരിക്കും എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ സമയം പാലിക്കുന്നതാണ്, പലരും സമയം പാലിക്കാറില്ല. അപ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്. ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ അറിയാം ആ 1 മിനിറ്റിൻ്റെ വില എന്താണെന്ന്. സൂപ്പർ. എല്ലാവരും കാണണം. പടം എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ആക്ഷൻ മൂവി. കൊള്ളാം. എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. സിജുവിൻ്റെ അഭിനയം എങ്ങനെയുണ്ട്? സിജുവിൻ്റെ അഭിനയം എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പടം. എങ്ങനെയുണ്ട്? ഒരു ത്രില്ലർ മൂവിയാണോ അതോ ഫാമിലി മൂവിയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ് ഡയറക്ടർ എടുത്തേക്കുന്നത്. അത് കാണുമ്പോൾ മാത്രമേ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലുള്ളൊരു പിക്ചർ അല്ല, പക്ഷെ നല്ലൊരു ആക്ഷൻ മൂവി. ഒരു നമുക്ക് പറയാൻ പറ്റില്ല, കാണണം. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സിജുവൽസിന്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. സിജു കുറേ എഫോർട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാ ടീമും അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല പടം, നല്ല ഫാൻറ്റസി മൂവിയാണ്. എല്ലാവരും പോയി കാണണം. എൻ്റെ ഫ്രണ്ട് ഇതിൽ നല്ല സൂപ്പറാണ്. ആരും പറയാത്തൊരു കഥ, ഒരു പ്രത്യേക ഒരു ഇതാണ്. കണ്ടതിന് മനസ്സിലാവും. പടം എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? അടിപൊളിയായിരുന്നു. ഒരു മിനിറ്റ് കൊണ്ട് ജീവിതം മാറി അറിയണം ഒരു സംഭവം. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പരിപാടികളും സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു എൻ്റർടൈനറും കൂടിയാണ്. എല്ലാവരും തിയേറ്ററിൽ കാണാമെന്നാണ് പറയാനുള്ളത്. എൻ്റെ ലാസ്റ്റ് സിനിമ എനിക്ക് കുറച്ച് നാളെ റിലീസ് ചെയ്തിട്ട് വല്ലപ്പോഴൊക്കെ സിനിമകൾ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കണ്ട് വിജയിച്ച് ചെയ്യുന്നതല്ല നമുക്ക് ഇതുപോലെ നല്ല നല്ല സിനിമകൾ എന്താ പറയുക ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ തിയേറ്ററിലൊന്നും കാണാം. എന്തായാലും സിനിമയ്ക്ക് നല്ല ടൈമാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നല്ല സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്നുണ്ട്. പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കണ്ടോ പടം? കണ്ടു. എന്താണ് ഒരു ഉറപ്പില്ലടാ കണ്ടു. ഏത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. മ്യൂസിക് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് നല്ലതായിട്ട് കൊണ്ടൊരു പടം. ഫസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത്ര നല്ല എക്സ്പീരിയൻസ് ആണ്. ഫാൻറ്റസി ആയിരുന്നു, ഫാൻറ്റസി ഉള്ളൊരു ബിഗ് പിക്ചറാണ് അത് വന്നു. എല്ലാവരും അഭിനയം ബാലുമോജസ് ആണ്, ബേസിലാണ് നല്ല അഭിനയം, നല്ല ഡയറക്ഷൻ. എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെയാണ് വന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഔട്ട് വരുന്നത്. കാരണം നമ്മളിത് മലയാളത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് കഴിഞ്ഞ് പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മളെല്ലാവരും കൂളായത്, എല്ലാവരും ഹാപ്പിയായി. കാരണം ആ ഓഡിയൻസിൻ്റെ ആ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ എല്ലാം മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഈ പടത്തിൻ്റെ പേസിലേക്ക് ഇറങ്ങാൻ ടൈം ഒരു 20 മിനിറ്റ്സ് എടുക്കും പടത്തിൻ്റെ പേസിലേക്ക് വരാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെന്താ പറയുക, നല്ല അഭിപ്രായം കേൾക്കുന്നത്. ഇനി എല്ലാവരും നിങ്ങൾ കാണും, പടം കണ്ട് നല്ല അഭിപ്രായം പറയുന്നത്.